ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെയിൻ ബസേരേമേ എന്ന ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും പരിശോധിക്കാം. ചോദ്യം 1. दिन का आकाश है हाउस ऑफ लॉर्ड्स, रात का आकाश है हाउस ऑफ कॉमन्स. इससे आपने क्या समझा? പകൽ ആകാശം ഹൗസ് ഓഫ് ലോർഡ്സും രാത്രി ആകാശം ഹൗസ് ഓഫ് കോമൺസുമാണ്. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? उत्तर: दिन के आकाश में केवल सूरज ही प्रधान होता है, इसलिए वह हाउस ऑफ लॉर्ड्स की तरह है. लेकिन रात के आकाश में सभी तारे एक समान होकर साथ रहते हैं, इसलिए वह हाउस ऑफ कॉमन्स की तरह है. പകൽ ആകാശത്ത് സൂര്യൻ മാത്രമാണ് പ്രധാനം, അതിനാൽ അത് പ്രഭുക്കന്മാരുടെ സഭ പോലെയാണ്. എന്നാൽ രാത്രിയിലെ ആകാശത്ത് എല്ലാ നക്ഷത്രങ്ങളും തുല്യരായി ഒന്നിച്ചു നിൽക്കുന്നു, അതിനാൽ അത് സാധാരണക്കാരുടെ സഭ പോലെയാണ്. ചോദ്യം 2. इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? ഈ മഴ കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്നു, എന്തുകൊണ്ട്? उत्तर: क्योंकि बारिश से खेतों में कटी हुई सोयाबीन की फसल खराब होने का डर था. മഴ കാരണം കൊയ്തിട്ട സോയാബീൻ വിളകൾ നശിക്കുമെന്ന ഭയത്താൽ. ചോദ്യം 3. ऐसा लगता था मानो ये रात कभी खत्म ही नहीं होगी. ലേഖക് को क्यों ऐसा लगता था? ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നി. എഴുത്തുകാരന് അങ്ങനെ തോന്നാൻ കാരണമെന്താണ്? उत्तर: उसमें सब्जी काटने का चाकू भी था. अपरिचित व्यक्ति सामान की तलाशी ले रहा था, इसलिए लेखक डरे हुए थे. അതിൽ പച്ചക്കറി മുറിക്കുന്ന കത്തിയുമുണ്ടായിരുന്നു. അപരിചിതനായ ആൾ സാധനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നതിനാൽ എഴുത്തുകാരൻ ഭയപ്പെട്ടിരുന്നു. ചോദ്യം 4. किताबें उसने खोलकर देखीं, फिर ज्यों के त्यों वापस रख दीं. यहाँ अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? അയാൾ പുസ്തകങ്ങൾ തുറന്നു നോക്കി, എന്നിട്ട് പഴയപടി തന്നെ തിരികെ വെച്ചു. ഇവിടെ ആ അപരിചിതന്റെ ഏത് മനോഭാവമാണ് വെളിവാകുന്നത്? इससे यह पता चलता है कि उसके मन में किताबों और ज्ञान के प्रति सम्मान और श्रद्धा का मनोभाव था. പുസ്തകങ്ങളോടും അറിവിനോടും അയാൾക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു എന്ന മനോഭാവമാണ് ഇതിലൂടെ വെളിവാകുന്നത്. ചോദ്യം 5. ഗുദ്ധേ സുൽझने लगी से आपने क्या समझा? കുരുക്കഴിയാൻ തുടങ്ങി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? लेखक को ये समझ में आया कि किताबें देखकर उस आदमी ने उन्हें पहचान लिया. गुरु का आदर करना चाहिए, ये सोचकर उसका व्यवहार बदल गया. പുസ്തകങ്ങൾ കണ്ടപ്പോൾ വന്ന ആൾക്ക് രചയിതാവിനെ മനസ്സിലായി. ഗുരുവിനെ ബഹുമാനിക്കണം എന്ന ചിന്ത വന്നപ്പോൾ അയാളുടെ പെരുമാറ്റം മാറി എന്ന് രചയിതാവ് മനസ്സിലാക്കി. ചോദ്യം 6. लेखक भय और आतंक की उस रात को मिला सम्मान अपूर्व मानते हैं, क्यों? ഭയത്തിന്റെയും പേടിയുടെയും ആ രാത്രിയിൽ ലഭിച്ച ബഹുമാനം അതുല്യമാണെന്ന് രചയിതാവ് കരുതുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ऐसी खतरनाक हालत में एक अपरिचित आदमी ने शिक्षक होने के नाते जो सम्मान दिया वह सबसे श्रेष्ठ था. അത്രയും അപകടകരമായ അവസ്ഥയിൽ ഒരക്രമി അധ്യാപകനെന്ന നിലയിൽ നൽകിയ ബഹുമാനം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. ഗതിവിധിയ ആക്ടിവിറ്റീസ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കുട്ടികളെ, ആദ്യം ഞാൻ ചോദ്യം മുഴുവൻ വായിക്കാം, ശേഷം ഉത്തരം പറയാം. ഓക്കെ? അമൃത്ലാൽ വേഗഡ് ने നർമ്മദ के किनारे പദയാത്ര की. അമൃത്ലാൽ വേഗഡ് നർമ്മദയുടെ തീരത്തുകൂടി കാൽനടയാത്ര നടത്തി. ബാരിഷ് होने से यात्रियों को പധോഡ गांव में ही रुकना पड़ा. മഴ പെയ്തതുകൊണ്ട് യാത്രക്കാർക്ക് പധോഡ ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ലേഖക് और സഹായക് മന്ദിർ की छत पर सो गए. എഴുത്തുകാരനും സഹായിയും അമ്പലത്തിന്റെ മുകളിൽ ഉറങ്ങി. छोटू ने गांव वालों के लिए खाना पकाया. छोटू ഗ്രാമവാസികൾക്കായി ഭക്ഷണം പാകം ചെയ്തു. नींद खुलते ही लेखक ने एक स्त्री को अपने पास बैठी देखा. ഉറക്കമുണർന്നപ്പോൾ എഴുത്തുകാരൻ ഒരു സ്ത്രീ തന്റെ അടുത്തിരിക്കുന്നത് കണ്ടു. പാഗൽ ആദ്മീനെ ചാബുക് സെ യാത്രിയോं को मारा. ഭ്രാന്തനായ മനുഷ്യൻ ചാട്ടവാർ കൊണ്ട് യാത്രക്കാരെ അടിച്ചു. പാഗൽ ആദ്മീനെ പിട്ടു സെ കിതാബെ നിക്കാൽക്കർ ഫേങ്ക് ദി. ഭ്രാന്തനായ മനുഷ്യൻ ബാഗിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് പുറത്തേക്കെറിഞ്ഞു. പാഗൽ ആദ്മി ലേഖകെ പേർ ദബാതാ രഹ. ഭ്രാന്തനായ മനുഷ്യൻ എഴുത്തുകാരന്റെ കാലുകൾ തടവിക്കൊണ്ടിരുന്നു. ലേഖകെ ഹാത്ത് മേ 20 പൈസെ കാ സിക്ക രക്കർ പാഗൽ ആദ്മി ചലാ ഗയാ. എഴുത്തുകാരന്റെ കയ്യിൽ 20 പൈസയുടെ നാണയം വച്ച ശേഷം ആ മനുഷ്യൻ പോയി. പാഗൽ ആദ്മി ഛോട്ടു കോ ഭി സാത്ത് ലേ ഗയാ. ഭ്രാന്തനായ മനുഷ്യൻ ഛോട്ടുവിനെയും കൂടെ കൊണ്ടുപോയി. കുട്ടികളെ, ഉത്തരം ഞാനിവിടെ കാണിക്കാം.
പാത്രോं की विशेषताएं पहचाने കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ തിരിച്ചറിയാം. इस यात्राव्रत के प्रसंग में कौन कौन आपके सामने आते हैं, उनकी विशेषताएं क्या क्या हैं, तालिका में लिखें. ഈ യാത്രാവിവരണത്തിന്റെ ഭാഗത്തിൽ നിങ്ങളെ മുന്നിൽ കാണുന്നവരാരെല്ലാം, അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം പട്ടികയായി എഴുതുക. नेक्स्ट एक्टिविटी अर्थ ढूंढे. यात्रावृत्त में इन मुहावरों का प्रयोग कहाँ हुआ है? वहां प्रत्येक मुहावरे का क्या अर्थ मिलता है? യാത്രാവിവരണത്തിൽ ഈ ശൈലികൾ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഓരോ ശൈലിക്കും നൽകുന്ന അർത്ഥമെന്താണ്? ഉത്തർ വിശേഷൺ ശബ്ദോं को पहचाने. വിശേഷണ പദങ്ങളെ തിരിച്ചറിയുക. यात्रावृत्त में विशेषण शब्द युक्त वाक्यों का बहुत प्रयोग हुआ है. ऐसे वाक्य चुनकर लिखें और विशेषण शब्दों को रेखांकित करें. യാത്രാവിവരണത്തിൽ വിശേഷണ പദങ്ങൾ ആഡ്ജക്റ്റീവ്സ് അടങ്ങിയ ഒരുപാട് വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം വാക്യങ്ങൾ കണ്ടെത്തി എഴുതുകയും അതിലെ വിശേഷണ പദങ്ങൾ അടിവരയിടുകയും ചെയ്യുക. ജൈസെ ഉദാഹരണം, മുझे जो सम्मान मिला वह अपूर्व था. എനിക്ക് ലഭിച്ച ബഹുമതി അതുല്യമായിരുന്നു. തഭി ഏക് വിചിത്ര ഘടന ഘടി. അപ്പോൾ ഒരു വിചിത്രമായ സംഭവമുണ്ടായി. കുട്ടികളെ, ഇവിടെ അടിവരയിട്ട വാക്കുകളാണ് ഇവിടെ വിശേഷണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഉത്തർ മനോഹർ ദൃശ്യ, മനോഹരമായ കാഴ്ച. പാഗൽ ആദ്മി, ഭ്രാന്തനായ മനുഷ്യൻ. പുരാന മന്ദിർ, പഴയ ക്ഷേത്രം. बातचीत लिखें. संभाषणम तैयाराकुക. अपरिचित व्यक्ति के जाते ही छोटू ने दरवाजा बंद करके उस पर ताला लगा दिया. इस प्रसंग पर छोटू और लेखक के बीच की बातचीत लिखें. അപരിചിതനായ ആൾ പോയ ഉടനെ ഛോട്ടു വാതിലടച്ചു പൂട്ടി. ഈ സന്ദർഭത്തെ ആസ്പദമാക്കി ഛോട്ടുവും ലേഖകനും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഉത്തർ मनपसंद प्रसंग यात्रावृत्त से चुनें. उस प्रसंग पर पटकथा का एक दृश्य लिखें और अभिनय करें. യാത്രാവിവരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം തെരഞ്ഞെടുക്കുക. ആ സന്ദർഭത്തെ ആസ്പദമാക്കി ഒരു പട്കഥയുടെ ഒരു രംഗം എഴുതുകയും അത് അഭിനയിച്ച് കാണിക്കുകയും ചെയ്യുക. പട്കഥ ഞാനിവിടെ കാണിക്കുന്നു. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. നന്ദി.